അപ്പം ആ രീതിയിലുള്ളൊരു പ്ലാനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ദെൻ കേരള ചരിത്രം 3, ലോക ചരിത്രം 2 അങ്ങനെ 8 ദിവസം നീക്കി വെച്ചിട്ടുണ്ടാവും. ദെൻ ഭൂമിശാസ്ത്രത്തിന് നിങ്ങൾ നീക്കി വെക്കേണ്ടത് അതൊക്കെയാണ് നമ്മുടെ റാങ്ക് ബൂസ്റ്ററിൽ റയർ ആയിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യത. അതായത് ഈ 4 ടോപ്പിക്കുകൾ നമ്മൾ ഈ 2 ദിവസം കൊണ്ട് റിവിഷൻ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ടോപ്പിക്കുകളുടെയും വിശദമായിട്ടുള്ള അരമണിക്കൂർ കൊണ്ട് വായിക്കുന്നതാണ്, 3/4 മണിക്കൂർ കൊണ്ട് 1 മണിക്കൂറോ വീഡിയോ ക്ലാസ് കാണുന്നത്. അതൊരു ലൈവ് ക്ലാസ്സിൽ അതേ അധ്യാപകൻ തന്നെ എടുക്കുകയാണെങ്കിൽ. ഹായ് ഫ്രണ്ട്സ്, LDCക്ക് വേണ്ടി അതിൻ്റെ ഒരു വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ ഒരു റൗണ്ട് പഠനങ്ങളൊക്കെ നടത്തിയ പല ആളുകളും ഉണ്ടാവും. ഇപ്പോൾ സിലബസ് ഒക്കെ കൃത്യമായി തീർത്ത് വെച്ച് ഇനി എന്ത് ചെയ്യണം ഞാൻ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ആളുകളുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നന്നായിട്ട് റിവിഷൻ ചെയ്യുക, മാക്സിമം മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നുള്ളതാണ്. കാരണം മത്സരം അത്രയും കൂടുതലാണ്. ഒരേപോലെയുള്ള കാര്യങ്ങൾ, അതായത് സിലബസ് തീർക്കുന്നു, റിവിഷൻ ചെയ്യുന്നു, മാതൃകാ എക്സാമുകൾ ചെയ്യുന്നു, ഈ 3 കാര്യവും ഒരേപോലെ വൃത്തിയായി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ആ ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് 100 ആളുകളായി മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിൽ തന്നെ നമ്മൾ ബെറ്റർ ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷങ്ങൾ മത്സരിക്കുന്ന ഓരോ ജില്ലകളിലും നമ്മൾ ഏറ്റവും മിടുക്കന്മാരാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്, അല്ലെ, ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ആ രീതിയിലുള്ളൊരു പ്ലാനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഇതേ രീതിയിൽ ഈ പ്ലാൻ അവലംബിച്ചുകൊണ്ട് നമ്മളൊരു ഗോൾഡ് ബാച്ച് ഈ വരാൻ പോകുന്ന ഏപ്രിൽ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ ബാച്ചിൽ ചേർന്നുകൊണ്ട് പഠിക്കാം, അതല്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ആസൂത്രണം ചെയ്ത് ഈ ഒരു പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യാം? ഈ രീതിയിൽ നന്നായിട്ട് റിവിഷൻ ചെയ്യാം. ഇത് നന്നായിട്ട് പഠിച്ചു തുടങ്ങിയ ആളുകളെ സംബന്ധിച്ചുള്ളതാണ്. ഇനി പഠിച്ചു തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? ഈ ഒരു ടൈം കൊണ്ട് സിലബസ് കൃത്യമായി തീർക്കേണ്ടതുണ്ട്. ഇവിടെ സിലബസ് കൃത്യമായിട്ട് നമ്മൾ റിവിഷനാണ് നടത്തുന്നത്. ഇവിടെ റിവിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, റിവിഷൻ എന്ന് പറയുന്നത് ആദ്യം പഠിച്ചതിൻ്റെ കുറച്ച് പോയിന്റുകൾ മാത്രം അടങ്ങിയ ക്ലാസ് കിട്ടലാണ് റിവിഷൻ. അതിപ്പോൾ റിവിഷൻ അല്ല, അത് പണ്ട് റിവിഷൻ ആയിരുന്നു. ഇപ്പോൾ അത്തരം റിവിഷന് പ്രാധാന്യമില്ല. കാരണം എന്താ? അങ്ങനെ 3-4 പോയിന്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 പോയിന്റുകൾ, 100 പോയിന്റ് പഠിക്കേണ്ട ഒരു ടോപ്പിക്കിൻ്റെ 10 പോയിന്റുകളുടെ റിവിഷൻ നടത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 പോയിന്റുകൾ പഠിച്ചു പോയതുകൊണ്ട് കാര്യമില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യത്തിൽ ഈ 100 പോയിന്റിൽ ഏത് പോയിന്റ് തന്നെ വരാം. അതുകൊണ്ട് റിവിഷൻ തന്നെയാണ്. വീണ്ടും അത് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മുഴുവൻ ഫാക്സിലൂടെയും കടന്നു പോകുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ആദ്യഘട്ടം ഞാൻ ആ ടോപ്പിക് കംപ്ലീറ്റ് തീർത്താണല്ലോ എന്ന് കരുതിയിട്ട് ആ ടോപ്പിക്കിൻ്റെ ഏറ്റവും പ്രധാന പോയിന്റുകളിലൂടെ മാത്രം പോയി കഴിഞ്ഞാൽ നമ്മുടെ റിവിഷൻ അപര്യാപ്തമായിട്ട് മാറും. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ പലതിൻ്റെയും പോയിന്റ് കിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു റിവിഷൻ പ്ലാനിലും ഞാൻ ചെയ്യുന്നതും നമ്മുടെ ബാച്ചിൽ ഗോൾഡ് ബാച്ചിൽ ചെയ്യുന്നതും കൃത്യമായിട്ട് ക്ലാസ് തന്നെയാണ് ഉണ്ടാവുക. ആ ക്ലാസ്സുകൾ കുറഞ്ഞ ദിവസം കൊണ്ട്, മുമ്പ് നമ്മൾ സ്റ്റഡി പ്ലാനിൽ ഒരു ദിവസം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ ഇവിടെ ആ ഒരു ദിവസത്തിൻ്റെ 1/3 സമയം കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും. കാരണം നമ്മുടെ മുന്നിലാകെ 90 ദിവസമാണുള്ളത്. 3 മാസം കൊണ്ട് നിങ്ങളുടെ സിലബസ് മൊത്തം നമുക്ക് റിവിഷൻ ചെയ്ത് തീർക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാനിൽ, ഈ ഒരു പ്ലാൻ പ്രകാരം ഓരോ വിഷയത്തിനും എത്ര ദിവസങ്ങൾ വീതം നീക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യം പറയാം. നിങ്ങൾക്ക് ഈ രീതിയിൽ നീക്കി വെക്കുമ്പോൾ, ഈ 90 ദിവസം നിങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഇനി ഒന്നും ഇതുവരെ പഠിക്കാത്തവർക്കും ഇതിനിറങ്ങി തിരിക്കട്ടോ. പക്ഷെ എന്തുണ്ടാവണം? കോൺഫിഡൻസ് ഉണ്ടാവണം. ഈ റിവിഷൻ തീർക്കുന്ന രീതിയിൽ, അതായത് പഠിച്ചവർ റിവിഷൻ ചെയ്യാൻ പാകത്തിലാണ് ഈ ഓരോ ദിവസവും പഠിക്കാനുണ്ടാവുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ തയ്യാറാണ്, എനിക്ക് അത്രയും സമയമുണ്ട് എന്നുള്ള ഫ്രഷേഴ്സിനും ഇതിനിറങ്ങിത്തിരിക്കാം. അതല്ലാത്ത ഫ്രഷേഴ്സ് ഇതിനിറങ്ങിത്തിരിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരു ദിവസം ഇത്രയും പഠിക്കാനുണ്ടാവും, എനിക്ക് തീരില്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ, കാരണം 90 ദിവസമേ മുന്നിലുള്ളൂ മിനിമം, അല്ലേ? മാക്സിമം നമുക്ക് അത് ചിലപ്പോൾ അങ്ങോട്ടേക്ക് കിട്ടുക. കാരണം ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങോട്ടേക്ക് നീളുന്നതിനനുസരിച്ച് നമുക്ക് ദിവസം കിട്ടും. പല ജില്ലകളിലെ വ്യത്യാസത്തിനനുസരിച്ച് ദിവസങ്ങൾ കൂടുതൽ കിട്ടുമായിരിക്കും. പക്ഷെ പൊതുവെ പറയുമ്പോൾ 90 ദിവസം കൊണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു സിലബസ് കൃത്യമായിട്ട് ഓരോ ദിവസവും കുറച്ച് വീതം പഠിച്ച് തീർത്താൽ തീരാവുന്ന ഒരു രീതിയിലല്ല ഉള്ളത്. അപ്പോൾ ഇനി പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു രീതിയിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, മാക്സിമം ടൈം കിട്ടുമെങ്കിൽ എന്ത് ചെയ്യാം? അവർക്കും ഇതിൽ ഇറങ്ങിത്തിരിക്കാം. അല്ലാത്തവർക്ക് ഒരു റിവിഷൻ എന്നുള്ളതാണ് നമ്മൾ ഇതൊരു പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ബാച്ചിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് പലയിടങ്ങളിൽ നിന്നായിട്ട്, ഓഫ്ലൈൻ ഓൺലൈൻ സെൻറ്ററുകളിൽ നിന്നൊക്കെ ആയിട്ട് ഓൾറെഡി എന്താണ് സിലബസ് ഏരിയ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ പോകും എന്നുള്ള സംശയങ്ങൾ, അതൊക്കെയുള്ള ആളുകൾക്കുള്ള ഒരു റിവിഷൻ പ്ലാൻ ആൻഡ് റാങ്ക് ബൂസ്റ്റർ ബാച്ചാണ് നമ്മൾ ഈ ഏപ്രിൽ 1 ആരംഭിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്കും തരാം. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാം. അത് നോക്കിയേ, ചരിത്രത്തിന് ഒരു 8 ദിവസമാണ് നമുക്ക് മൊത്തത്തിൽ ഈ 90 ദിവസത്തിൽ നീക്കി വെക്കാൻ പറ്റുക. കാരണം
ആധുനിക ഇന്ത്യാ ചരിത്രം 3 മാർക്ക്, 3 ദിവസം. അതേപോലെ തന്നെ എന്താണ് കേരള ചരിത്രം 3 ദിവസം, ലോക ചരിത്രം 2 ദിവസം. അങ്ങനെ 8 ദിവസമാണ് ഞാൻ ഈ ഒരു പ്ലാനിൽ നീക്കി വെച്ചിട്ടുള്ളത്. ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ ഇവിടെ പഠിക്കാനുള്ള മുഴുവൻ കണ്ടന്റ് നമ്മൾ പഠിച്ച് തീർത്തേ പറ്റുള്ളൂ. അത്രയും നമുക്ക് സമയം മുന്നിലുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ പഠിക്കണോ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. ഇപ്പോൾ 3 ദിവസം കൊണ്ട് ഇന്ത്യാ ചരിത്രം പഠിക്കുമ്പോൾ ഇന്ത്യാ ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ട് 5 മുതൽ 10 7ലും 10ലുമായിട്ട് 4 ചാപ്റ്ററുകളുണ്ട്. പിന്നെ ഹയർ സെക്കൻഡറിയും സെലക്ട് ചെയ്ത് പഠിക്കേണ്ട ചില ചാപ്റ്ററുകളുണ്ട്. നോൺ SCERT കാര്യങ്ങൾ, SCERT ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ചില ടോപ്പിക്കിൻ്റെ ഭാഗങ്ങളൊന്നും SCERT ഇല്ല. ആ ടോപ്പിക്കുകളൊക്കെ നമ്മൾ നോൺ SCERT കണ്ടന്റുകൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പഠന രീതിയാണ് നമ്മളിവിടെ അവലംബിക്കുക. നിങ്ങളും അത് കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ ചരിത്രത്തിന് ഇന്ത്യാ ചരിത്രം 3, ദെൻ കേരള ചരിത്രം 3, ലോക ചരിത്രം 2, അങ്ങനെ 8 ദിവസം നീക്കി വെച്ചിട്ടുണ്ടാവും. ദെൻ ഭൂമിശാസ്ത്രത്തിന് നിങ്ങൾ നീക്കി വെക്കേണ്ടത് ഇതേപോലെ തന്നെ പൊതുഭൂമിശാസ്ത്രം 3 ദിവസം നീക്കി വെക്കുക. ദെൻ ഇന്ത്യൻ ഭൂമിശാസ്ത്രം 3 ദിവസം നീക്കി വെക്കുക. ദെൻ കേരള ഭൂമിശാസ്ത്രം ഒരു 2 ദിവസവും നീക്കി വെക്കുക. അങ്ങനെ 8 ദിവസം അതിനുവേണ്ടി നീക്കി വെക്കുക. ദെൻ ധനതത്വശാസ്ത്രം ഇത് ഒരുമിച്ചല്ല നമ്മുടെ പ്ലാനിൽ പോവുക. പ്ലാനിൽ സ്റ്റഡി പ്ലാനിൻ്റെ ഡെമോ ഞാൻ നിങ്ങൾക്ക് തരാം. കുറച്ച് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധനതത്വശാസ്ത്രത്തിൽ 4 ദിവസമാണ് നമുക്ക് നീക്കി വെക്കാൻ പറ്റുക. ഈ സിലബസ് ഏരിയയിലുള്ള മുഴുവൻ ടോപ്പിക്കുകളും ഈ 4 ദിവസം കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യണം. പിന്നെ ഭരണഘടന 4 ദിവസമാണ് ഉണ്ടാവുക. 4 ദിവസം കൊണ്ട് ഭരണഘടനയും അതേപോലെ കേരള ഭരണ സംവിധാനത്തിന് നമുക്ക് നീക്കി വെക്കാൻ പറ്റുന്ന ദിവസം ഇനി 4 ദിവസമാണ് റിവിഷന് വേണ്ടി നീക്കി വെക്കാൻ പറ്റുക. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്നുള്ള മൊത്തം ടോപ്പിക്കുകൾക്ക് നമുക്ക് ഒരു 6 ദിവസം നീക്കി വെക്കണം. കാരണം അവിടെ ഹ്യൂമൻ ബോഡി വലിയ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ എണ്ണം കുറവാണെങ്കിലും ഹ്യൂമൻ ബോഡി വലിയ ടോപ്പിക്കാണ്. അതുകൊണ്ട് 6 ദിവസം നമ്മൾ അവിടെ നീക്കി വെക്കണം. പിന്നെ ഭൗതികശാസ്ത്രത്തിന് 4 ദിവസവും ദെൻ രസതന്ത്രത്തിന് 3 ദിവസവും. ഈ ഒരു സിലബസിൻ്റെ വെയിറ്റേജ് ഏകദേശം മാർക്ക് വെയിറ്റേജ് മാത്രം നോക്കിയാൽ പോരാ. കാരണം അവിടെ എത്രത്തോളം കവർ ചെയ്യാനുണ്ട് എന്നുള്ള മാർക്ക് വെയിറ്റേജ് നോക്കി റിവിഷൻ നടത്താം. അത് വേറെ ഉണ്ട്. ഓൾറെഡി ഉള്ള ബാച്ചുകളിൽ ഞാൻ ഓൾറെഡി മുമ്പ് ചെയ്ത ബാച്ചുകളിൽ മാർക്ക് വെയിറ്റേജ് അനുസരിച്ചുള്ള റിവിഷനാണ് നമ്മൾ നടത്തുക. കാരണം എന്താ, എല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷെ ഇവിടെ നമ്മൾ മൊത്തം റിവിഷൻ നടത്തേണ്ടതുണ്ട്. കാരണം എന്താണ്, ഇവിടെ മാർക്ക് നോക്കി നമുക്ക് നടത്താൻ പറ്റില്ല. കാരണം നമ്മളൊരു പുതിയൊരു സാധനം ആരംഭിക്കുന്ന സമയത്ത് എല്ലാ സാധനവും തീർക്കണം. അപ്പം അത് ഓരോന്നും പഠിച്ചു തീർക്കാൻ എത്ര ദിവസം വേണോ ഏകദേശം അളവിനനുസരിച്ചുള്ള ദിവസങ്ങളാണ് നമ്മൾ നിജപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പം കെമിസ്ട്രി 3 ദിവസം ഉണ്ടാവും. കലാ, കായികം, സാഹിത്യം, സംസ്കാരം മാർക്ക് കുറച്ചല്ലേ എന്ന് പറഞ്ഞാൽ 10 ദിവസം നീക്കി വെക്കണം. എന്നാലാണ് ഇത്രയും വലിയൊരു സിലബസ് ഏരിയ നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. ഇത് എന്താണ്, ആദ്യ റാങ്കിലേക്കുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ട. അവിടെ നമ്മൾ റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റില്ല. ഇതെന്നെ കൊണ്ട് പറ്റാത്ത ഏരിയ ആണ്, ഇതങ്ങ് വിട്ട് കളയാമെന്നുള്ള പരിപാടിയില്ല. അല്ലെങ്കിൽ ഇന്ന് ചില ടോപ്പിക്കുകൾ അങ്ങ് വിട്ടേക്കാം, ആ പരിപാടി ഇല്ല. ഈ ഒരു പരീക്ഷയ്ക്ക് നോക്കുമ്പോൾ നമ്മൾ എന്താണ് 100ൽ 100 ആ 100 ചോദ്യങ്ങളെയും സമീപിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ കുറച്ച് ഏരിയകൾ വിട്ടിട്ടുള്ള ഒരു സെലക്റ്റീവ് സ്റ്റഡി ഒന്നും, അതായത് നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസിനൊക്കെ ചെയ്യുന്ന പോലെ ഒരു സെലക്റ്റീവ് സ്റ്റഡി ഒന്നും ഇവിടെ നടത്താൻ പാടില്ല. ഇത്തരം പരീക്ഷകളുടെ LDC പരീക്ഷയുടെ മെയിൻ പരീക്ഷയ്ക്ക് നടത്താൻ പാടില്ല. ഇപ്പോൾ മെയിൻ പരീക്ഷയും പ്രിലിംസ് ഒറ്റ പരീക്ഷയാണല്ലോ. അപ്പം ആ ഒരു പരീക്ഷയ്ക്ക് നമുക്കത് നടത്താൻ പറ്റുന്ന ഒരു രീതിയല്ല. അപ്പം 2 ദിവസം കല, 3 ദിവസം കായികം, 3 ദിവസം സാഹിത്യം, 2 ദിവസം സംസ്കാരം എന്നിങ്ങനെ 10 ദിവസം നമ്മളവിടെ നീക്കി വെച്ചിട്ടുണ്ടാവും. ആ ഒരു ഏരിയയിലുള്ള എല്ലാ ടോപ്പിക്കുകളുടെയും ക്ലാസ്സുകൾ ഈ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. അത് മാക്സിമം കണ്ടു തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. വായിച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം വായിച്ച് പഠിക്കുകയും അല്ലാത്തവ ക്ലാസ് കാണുകയും ചെയ്യുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാം ക്ലാസ് കണ്ട് തീർക്കുക എന്ന് പറയുമ്പോൾ കൂടുതൽ ടൈം എടുക്കും. നമുക്ക് അരമണിക്കൂർ കൊണ്ട് വായിക്കുന്നത് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ വേണ്ടി വരും ക്ലാസ് കാണാൻ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ലൈവ് ക്ലാസ് കാണാൻ അതിന് ചിലപ്പോൾ 1-2 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ അവിടെ മാക്സിമം വായിച്ച് പഠിക്കുക. അല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഏരിയകൾ ക്ലാസ്സിലൂടെയും പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബാച്ചിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും തരുന്ന വീഡിയോ ക്ലാസ്സുകൾ, അതിൻ്റെ സ്പെഷ്യൽ നോട്ട്സുകൾ ഞാൻ തരും. ആ ഓരോ ഏരിയയിൽ നിന്ന് പഠിക്കേണ്ട നോട്ട്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, കമ്പ്യൂട്ടർ നമുക്ക് 3 ദിവസമാണ് മൊത്തത്തിൽ നീക്കി വെക്കുക. ദെൻ സുപ്രധാന നിയമങ്ങൾക്ക് 4 ദിവസം നീക്കി വെക്കുക. ദെൻ കറണ്ട് അഫേഴ്സിന് മൊത്തം 7 ദിവസം നീക്കി വെക്കുക. ഓക്കെ, 7 ദിവസമാണ് നമ്മൾ മൊത്തം നീക്കി വെക്കുക. പിന്നെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എല്ലാം കൂടെ 8 ദിവസമാണ് നമുക്ക് റിവിഷൻ നടത്താനുണ്ടാവുക. അതായത് ഒന്നിലധികം ടോപ്പിക്കുകൾ ഒരു ദിവസം റിവിഷൻ ചെയ്യാനുണ്ടാവും. ദെൻ ഇംഗ്ലീഷിന് നമുക്ക് മൊത്തം 7 ദിവസം നീക്കി വെക്കാൻ പറ്റും. മലയാളത്തിന് നമുക്ക് 4 ദിവസം നീക്കി വെച്ചാൽ മതി. കാരണം അവിടെ ഗ്രാമർ ടോപ്പിക് എന്ന് പറയാവുന്ന ടോപ്പിക്കുകളും കാര്യമായിട്ടില്ല. നിങ്ങൾക്കറിയാം, എല്ലാം വൊക്കാബുലറി ടൈപ്പ്
ടോപ്പിക്കുകളാണ്, എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ റാങ്ക് ബൂസ്റ്റർ എന്നുള്ള രീതിയിൽ 6 ദിവസം നീക്കി വെക്കും. അത് ഒരുമിച്ച് 6 ദിവസമല്ല, പല സമയങ്ങളിലായിട്ടാണ് റാങ്ക് ബൂസ്റ്റർ ഡേയ്സ് വരിക. റാങ്ക് ബൂസ്റ്റർ ഡേയ്സ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാവരും ഇപ്പം പഠിക്കും. അതല്ലാതെ ഇത്രയും കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളെ അനലൈസ് ചെയ്തതിൽ നിന്ന് വ്യക്തമായ കുറേ കാര്യങ്ങളുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകളും കൃത്യമായിട്ട് നോക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു സിലബസ് തന്നിട്ട് ഈ ഒരു സിലബസിൻ്റെ പുറത്ത് നിന്ന് പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ പ്രത്യേകിച്ചും വരുന്ന ഏരിയകൾ ഏതൊക്കെയാണ്? ദെൻ ഹയർ സെക്കൻഡറിയിൽ നിന്ന് പല ചാപ്റ്ററുകളിൽ നിന്നും ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. അതൊക്കെ കടന്നു വരുന്ന ചാപ്റ്ററുകൾ, അത്തരം ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്? അതൊക്കെയാണ് നമ്മൾ റാങ്ക് ബൂസ്റ്ററിൽ റയറായിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യത. അതായത് നല്ല പെർഫെക്ഷൻ ലെവലിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഓരോ മാർക്കുകളും നമുക്ക് എന്താണ് പ്രധാനമാണ്, നമ്മുടെ റാങ്കിനെ അങ്ങ് ഉയരത്തിലേക്ക് എത്തിക്കും അല്ലേ? അപ്പോൾ അത്തരം മാർക്കുകൾ നേടാനുള്ളതാണ് എന്ത്, റാങ്ക് ബൂസ്റ്റർ ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡേയ്സും ഇതിനിടയിൽ ഉണ്ടാവും. ആ ദിവസങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് പഠിക്കാനുണ്ടാവുക. സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങൾ പോലും നമ്മൾ പഠിക്കേണ്ടി വരും. ആ രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നതാണ് ഈ റാങ്ക് ബൂസ്റ്റർ ഡേയ്സ് എന്ന് പറയുന്നതിന്. ഒരു 6 ദിവസം ഉണ്ടാവും. ഇങ്ങനെ മൊത്തം 90 ദിവസമാണ്. ഏപ്രിൽ 1 മുതൽ 90 ദിവസത്തെ പ്ലാനാണ്. ഏപ്രിൽ, മെയ്, ജൂൺ ലാസ്റ്റിലേക്ക് തീർക്കുന്ന രീതിയിൽ. ജൂലൈ മുതലാണ് എക്സാം ഉണ്ടാവുക. അപ്പം ഈ ഒരു 3 മാസം കൊണ്ട് റിവിഷൻ പ്ലസ് റാങ്ക് ബൂസ്റ്റർ എന്നുള്ള രീതിയിൽ നിങ്ങളെ ഹൈ ലെവലിൽ എത്തിക്കാൻ. ഇപ്പം നിങ്ങൾ ഏത് ലെവലിലുണ്ടോ എന്നുള്ളത് വിഷയമല്ല. നിങ്ങൾ സിലബസ് ഒരു റൗണ്ട് തീർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിലേക്ക് വരാം. സിലബസ് തീർക്കാത്തവർ വരുമ്പോൾ ഈ ഒരു ബോധ്യത്തോടെ വന്നാൽ മതി. 90 ദിവസം കൊണ്ട് തീർക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഓരോ ദിവസവും നല്ല ലോഡ് ഉണ്ടാവും എന്നുള്ള ബോധ്യത്തോടെ, ഇനി വേറെ വഴിയില്ല എങ്കിൽ ഈ 90 ദിവസം കൊണ്ട് ഞാൻ വേറെ എന്താ ചെയ്യാം, ഞാൻ ഇങ്ങനെ ഇത് ഇറങ്ങിത്തിരിക്കുക, 90 ദിവസം നല്ല ലീവ് എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കാം. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വരുന്ന ആളുകൾക്ക് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഫ്രഷേഴ്സിന് വരാം. അല്ലാത്ത ഫ്രഷേഴ്സ് ആരും ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇനി നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഞാൻ തരാം. ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കുകയും ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഡേ വെക്കുക, എന്നിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഏരിയകൾ തീർക്കുക. ഈ ഏരിയകൾ തീർക്കുക എന്ന് പറയുമ്പോൾ സിലബസ് ഏരിയയിൽ SCERT ഉണ്ട്, നോൺ SCERT ഉണ്ട്. അത് പഠിക്കാനുണ്ട് അല്ലേ? എല്ലാ വിഷയത്തിലും ഇതേപോലെ ഉണ്ട്. GK വിഷയങ്ങളിലുണ്ട് അല്ലേ? മാത്സിലും നമുക്ക് ട്രഡീഷണൽ ആയിട്ട് ചോദിച്ചു വരുന്ന ഏരിയകളുണ്ട്. അത് ആ മാത്സ് അതേപോലെ പഠിക്കണം. പ്ലസ് SCERT പഠിക്കണം. SCERT മാത്സ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ മാത്സ്, SCERT മാത്സ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിട്ട് ഈ ഒരു ബാച്ചിൽ ഇതിനിടയിൽ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ 3 ദിവസം ഡേ 1 2 3 അത് ഇന്ത്യ ചരിത്രത്തിനാണ്. കാരണം ഇന്ത്യ ചരിത്രത്തിൽ നമ്മൾ 3 ദിവസമാണ് വെച്ചത്, അതങ്ങ് തീർക്കും. 5 ദിവസത്തിൽ കൂടുതലുള്ള ഏരിയകൾ, 5 ദിവസത്തിൽ കൂടുതൽ നീക്കി വെച്ചിട്ടുള്ള ഏരിയകളാണെങ്കിൽ അത് 2 പാർട്ടായിട്ട് നമ്മൾ റിവിഷൻ നടത്തും. ഒരുമിച്ച് 6 ദിവസം അങ്ങ് തരുന്നതിന് പകരം ഒരു 3 ദിവസത്തിൻ്റെ ഒരു പാർട്ട് ഒരു ദിവസം ഒരുമിച്ചും പിന്നെ ഒരു 3 ദിവസം പിന്നെ ഒരിക്കലും, ആ രീതി 2 പാർട്ടാക്കി മാറ്റും. അതിൽ കുറവുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ അത് ഒരുമിച്ച് അങ്ങ് തീർക്കും. ഇവിടെ ഇന്ത്യ ചരിത്രത്തിൽ നമ്മൾ 3 ദിവസമേ നീക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യം 3 ദിവസം ഡേ 1 2 3 ആദ്യം 3 ദിവസം കൊണ്ട് ഇന്ത്യ ചരിത്രം നമ്മൾ കംപ്ലീറ്റ് റിവിഷൻ നടത്തും. എന്ന് വെച്ചാൽ 7ാം ക്ലാസ്സിലെ 2, 3, 4, 9 ചാപ്റ്റർ, 10ാം ക്ലാസ്സിലെ 4, 5, 6, 7 ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ഹയർ സെക്കൻഡറിയിൽ അല്ലെ ദേശീയവാദ പ്രസ്ഥാനം, മഹാത്മാഗാന്ധിയും ദേശീയവാദ പ്രസ്ഥാനവും, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ അല്ലെ, സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ പങ്ക്, ഇങ്ങനെയുള്ള ഹയർ സെക്കൻഡറി ചാപ്റ്ററുകൾ SCERTയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ഈ ഒരു ഏരിയയിൽ വരുന്നതാണ്. അതൊക്കെ പഠിക്കും. അതുകൂടാതെ നോൺ SCERT കാര്യങ്ങൾ നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതും കൂടെ ചേർത്ത് പഠിക്കും. അതുകൂടെ മൊത്തം ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും. ആ ക്ലാസ്സുകൾ കാണുക, അതിന് നോട്ട്സ് ഉപയോഗിച്ച് പഠിക്കുക, ഞാൻ തരുന്ന നോട്ട്സ് പഠിക്കുക. പിന്നെ ഈ 3 ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാം ഉണ്ടാവും. ഈ 3 ദിവസവും പഠിക്കുന്ന മൊത്തം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എക്സാം നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിങ്ങനെ ഓരോ റിവിഷൻ ഡേയിലും, ഇപ്പോൾ 3 ദിവസം ചേർന്നുള്ള റിവിഷൻ ഡേ ആണെങ്കിൽ ആ 3 ദിവസത്തോടെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടുള്ള എക്സാം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലാതെ ഓരോ ദിവസമായിട്ടല്ല. പിന്നെ ഒരു ദിവസം മാത്രമുള്ളതാണെങ്കിൽ ഒരു ദിവസം പഠിച്ചതിനെ ബേസ് ചെയ്തുള്ള എക്സാം ആയിരിക്കും. അങ്ങനെയുള്ള റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും. അതുകൂടാതെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മോഡൽ എക്സാമുകളും എഴുതിക്കൊണ്ടുപോകും. അതായത് ഈ 90 ദിവസത്തെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാതൃകാ പരീക്ഷകൾ, LDC മാതൃകാ പരീക്ഷകൾ ഞാൻ തയ്യാറാക്കുന്നതും എൻട്രിയിലെ വിദഗ്ധരായിട്ടുള്ള മറ്റ് അധ്യാപകർ തയ്യാറാക്കുന്നതും ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉപയോഗിച്ചുള്ള പരീക്ഷകളും ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പല ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഡേ 4, 5 മാത്സിൻ്റെ പാർട്ട് 1 ആണ്. ആ ഒരു ദിവസം നിങ്ങൾ ഈ 2 ദിവസത്തിൽ നിങ്ങൾ മാത്സിൽ എത്ര ഏരിയകൾ റിവിഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ശതമാനം, ലാഭവും നഷ്ടവും, ഈ 4 ടോപ്പിക്കുകൾ, ഈ 4 ടോപ്പിക്കുകൾ നമ്മൾ ഈ 2 ദിവസം കൊണ്ട് റിവിഷൻ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ടോപ്പിക്കുകളുടെയും വിശദമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ക്ലാസ്സുകളിൽ ഏതെങ്കിലുമൊക്കെ ഏരിയകൾ പഠിക്കാനുണ്ടെങ്കിൽ ആ ഏരിയകളിലെ കണക്കൊക്കെ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കുക, കണക്കുകൾ ചെയ്ത് നോക്കുക. ഞാൻ കുറച്ച് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും, ആ മെറ്റീരിയൽസിലുള്ള കണക്കുകളൊക്കെ ചെയ്ത് നോക്കുക. ആ രീതിയിൽ എന്ത് ചെയ്യണം, ഈ
പറയുന്ന ഡേയിൽ ഈ 2 ദിവസവും നിങ്ങൾ ഈ ടോപ്പിക്കുകൾ തീർക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമും അതിൻ്റെ ലാസ്റ്റ് ഡേയിൽ അതിൻ്റെ എക്സാമും ഉണ്ടാവും. ഓക്കെ, പിന്നെ ഡേ 6 എന്ന് പറയുന്ന റാങ്ക് ബൂസ്റ്റർ ഡേ ആണ്, ഒരു സ്പെഷ്യൽ ഡേ ആണ്. അന്ന് ഞാൻ ഈ പറയുന്ന രീതിയിൽ, അതായത് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾ മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ്, ഒരു തവണ സിലബസ് ഒക്കെ തീർത്ത ആളുകളാണ്, ആദ്യം റാങ്കുകൾ ഉന്നം വെക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളെ റാങ്ക് ബൂസ്റ്റ് ചെയ്യാനുണ്ട് അല്ലേ? സിലബസ് ഏരിയ റിവിഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ചിലപ്പോൾ വന്നാൽ എൻ്റെ റാങ്ക് അങ്ങ് അല്ലെ ഉത്തരം എഴുതി കഴിഞ്ഞാൽ എൻ്റെ റാങ്ക് അങ്ങ് ആദ്യ റാങ്കുകളിലേക്ക് പോകുമല്ലോ എന്നുള്ള ടൈപ്പ് ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത്തരം ഏരിയകൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, കേരള ചരിത്രത്തിൽ, പ്രാചീന കേരള ചരിത്രത്തിലുള്ള ചില ചാപ്റ്ററുകൾ SCERT സ്ഥിരം പരീക്ഷയിൽ വരുന്നുണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങൾ? ജനസങ്കല്പത്തെക്കുറിച്ചുള്ള ചാപ്റ്ററൊക്കെ പരീക്ഷയിൽ വരും. നമുക്ക് ആധുനിക കേരള ചരിത്രത്തെ പഠിക്കാനുള്ളൂ, പക്ഷേ പ്രാചീന കേരള ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. കാരണം ഈ സിലബസിൽ കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചില പരീക്ഷകളുടെ ഒക്കെ സിലബസിൽ നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇട്ട് ശീലിച്ചുകൊണ്ട് തന്നെയാണ് അത്തരം ഏരിയകൾ എന്നുള്ള ചോദ്യങ്ങൾ, പ്രാചീന കേരള ചരിത്രവും മധ്യകാല കേരള ചരിത്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ പരീക്ഷയിൽ വരുന്നത്. അതേപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലുള്ള ചില ചാപ്റ്ററുകൾ, വളരെ പ്രധാനപ്പെട്ട ചില ചാപ്റ്ററുകളിൽ നിന്ന് അപൂർവമായിട്ട് പോയിന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ള പഠനമാണ്, റെയർ പോയിന്റ്സുകളുടെ പഠനമാണ് ഈ ഒരു റാങ്ക് ബൂസ്റ്റർ ഡേയിൽ നമ്മൾ നടത്തുക. അപ്പോൾ അത്തരം റാങ്ക് ബൂസ്റ്റർ ഡേ ഇടയ്ക്കിടെ ഉണ്ടാവും. ഓക്കെ, ദെൻ മൊത്തത്തിൽ 6 റാങ്ക് ബൂസ്റ്റർ ഡേ ഉണ്ടാവും. പിന്നെ ഡേ 7, 8 ഇംഗ്ലീഷിൻ്റെ പാർട്ട് 1 ആണ്. ഇംഗ്ലീഷിന് മൊത്തം നമ്മൾ 7 ദിവസങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട്. അതിൽ പാർട്ട് 1 2 ദിവസങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആ 2 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഇത്രയും ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്യും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കും പേടി വേണ്ട കേട്ടോ, പുതിയതായിട്ട് വരുന്നവർക്ക് പേടി വേണ്ട. കാരണം എന്താ, കൃത്യമായ ക്ലാസ് തന്നെയാണ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് ഓൾറെഡി നന്നായിട്ട് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്പീഡിൽ കാണാൻ പറ്റും, വേഗത്തിൽ കാണാൻ പറ്റും അല്ലെ, സ്പീഡ് കൂട്ടിയൊക്കെ കാണാൻ പറ്റും. ആ രീതിയിലാണ്. അല്ലാതെ റിവിഷൻ ക്ലാസ് വെച്ചില്ലേ 2 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട ഒരു ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 10 പോയിന്റുകൾ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കൊണ്ടൊന്ന് റിവിഷൻ ചെയ്ത് തരത്തല്ല. അങ്ങനെ റിവിഷൻ ചെയ്തുകൊണ്ട് ഒരു കാര്യം ഇന്നത്തെ കാലത്തില്ല. കാരണം ഇപ്പം അങ്ങനെയാണ് ചോദ്യങ്ങളുടെ രീതി. ഓക്കെ, അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അതേപോലെ റിവിഷൻ തന്നെ നടത്തണം. ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസ്, ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ്, പാർട്സ് ഓഫ് സ്പീച്ച്, പിന്നെ കോൺകോഡ്, സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് അഥവാ കോൺകോഡ്. ഇത്രയും ടോപ്പിക്കുകൾ ഈ 2 ദിവസങ്ങളിൽ നമ്മൾ റിവിഷൻ ചെയ്യും. അതായത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ, എൻജി സാറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും. ആ ക്ലാസ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. പിന്നെ ഈ ഇത്രയും ടോപ്പിക്കുകളിൽ എന്തെങ്കിലും സംശയങ്ങൾ, ഏതെങ്കിലും ഏരിയകൾ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനുകൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിട്ട് തരും. അങ്ങനെ ഓരോ ഏരിയയുടെയും പ്രത്യേകം ഡൗട്ട് ക്ലിയറിംഗ് സെഷനുകളാണ് നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ലൈവിൽ നമ്മൾ സിലബസ് തീർക്കുന്ന പരിപാടി നമുക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അരമണിക്കൂർ കൊണ്ട് വായിക്കുന്നതാണ് 3/4 മണിക്കൂർ കൊണ്ട് 1 മണിക്കൂറോ വീഡിയോ ക്ലാസ് കാണുന്നത്. അതൊരു ലൈവ് ക്ലാസ്സിൽ അതേ അധ്യാപകൻ തന്നെ എടുക്കുകയാണെങ്കിൽ 1.5 or 2 മണിക്കൂറാണ് ആവുക. അപ്പോൾ അത്രയും ടൈം നമുക്ക് വേസ്റ്റ് ആവും. നമുക്ക് മുന്നിൽ സമയം വളരെ കുറവേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ എന്ത് തീർക്കണം, സിലബസ് ഏരിയകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്ത് തീർക്കണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആ രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കും. പിന്നെ ഡേ 9, 10, 11 ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിന് ആകെ 3 ദിവസമേ നമ്മൾ നീക്കി വെച്ചിട്ടുള്ളൂ. ആ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ഭൂമിശാസ്ത്രം മൊത്തം നമ്മൾ റിവൈസ് ചെയ്യും. SCERT പഠിക്കാനുള്ളതും നോൺ SCERT ഇല്ലാത്ത കാര്യങ്ങൾ പഠിക്കാനുള്ളതും ഒക്കെ ആ ദിവസങ്ങൾ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കും. ദെൻ ഡേ 12, 13, 14 ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്നുള്ള ടോപ്പിക്കാണ്. ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ ജീവകങ്ങളും ധാതുക്കളും, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, ഈ 3 ദിവസം കൊണ്ട് ഇത്രയും ടോപ്പിക്ക് പഠിക്കും. ബാക്കിയുള്ള ടോപ്പിക്കുകൾ വേറൊരു 3 ദിവസം കൊണ്ടാണ്. അവിടെ മനുഷ്യ ശരീരം വലിയ ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് അവിടെ അത്രയും വരുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ നന്നായിട്ട് ഈ ദിവസങ്ങളിൽ റിവൈസ് ചെയ്യും. പിന്നെ ഡേ 15, 16, 17 കമ്പ്യൂട്ടറാണ് വരിക. കമ്പ്യൂട്ടർ ആ 3 ദിവസം കൊണ്ട് കമ്പ്യൂട്ടറിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് നന്നായിട്ട് പഠിക്കും. അത് നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്ത് അതിൻ്റെ എക്സാം ഉണ്ട്. ആ രീതിയിൽ ഓരോ ടോപ്പിക്കിലും എക്സാം, ഓരോ ദിവസങ്ങളിലും ഈ പഠിക്കുന്ന ഏരിയകളിൽ അതിൻ്റെ എക്സാമുകളും കാര്യങ്ങളും കൃത്യമായിട്ടുണ്ടാവും. മോഡൽ എക്സാമുകൾ ഇതിനിടയിൽ പ്രത്യേക ഇടവേളകളിലായിട്ട് മോഡൽ എക്സാമുകൾ ഫുൾ 100 മാർക്കിനുള്ള മോഡൽ എക്സാമുകൾ ഇതിനിടവേളകളിലായിട്ട് നടന്നു പോകും. ഇങ്ങനെ പോകുന്നൊരു ബാച്ചാണ് നമ്മൾ ഈ April 1 ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ വീട്ടിലും പ്രയോജനപ്പെടുത്താം. ഞാൻ ഈ 17 വരെ എഴുതിയില്ലേ, ഇതേപോലെ ബാക്കി എന്ത് ചെയ്താൽ മതി, നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. ബാക്കി ദിവസങ്ങൾ ഞാൻ തന്നല്ലോ, ആ ദിവസങ്ങൾ വെച്ചിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് വീട്ടിലിരുന്ന് പഠിക്കാം. ഇനി അതല്ല, ഇതൊക്കെ തളികയിലാക്കി മുന്നിൽ വെച്ച് തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച് തരും. അതാണ് ഈ റിവിഷൻ ആൻഡ് റാങ്ക് ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ കൂടെ ചേർന്ന് പഠിക്കാം. ഞാൻ ഇടയ്ക്കുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യും. വീഡിയോ ക്ലാസ്സുകൾ, ഇതിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആക്കി തരും. അങ്ങനെ ആ രീതിയിലാണ് ഈ ഒരു ബാച്ച് മുന്നോട്ടേക്ക് പോവുക. അപ്പം ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് April 1 March 31 അഡ്മിഷൻ ക്ലോസ് ചെയ്യും.
കഴിയും. അപ്പം അത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എടുക്കുക. അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോൻ്റെ താഴെയും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ലഭ്യമാവും. അപ്പം എന്തായാലും ഒന്നുകിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് കുതിക്കാം, അതല്ല എങ്കിൽ നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് മുന്നോട്ടേക്ക് കുതിക്കാം. ഞാൻ എന്ത് ചെയ്യുമ്പോഴും അത് നിങ്ങൾക്ക് സ്വന്തം വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഒരു വഴി കൂടെ ഉണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് തരാറുണ്ട്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം. അതല്ല എങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് വരാൻ പോകുന്ന മീറ്റപ്പിന് ഇവിടെ എൻട്രിയുടെ അങ്കണത്തിൽ വെച്ചിട്ട് മീറ്റപ്പിന് കണ്ടുമുട്ടാൻ, അതിനുവേണ്ടി പ്രയത്നിക്കാൻ, ആദ്യ റാങ്കുകളിലേക്ക് എത്താൻ, ജോലിയിലേക്ക് കുതിക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് ഉടൻ തന്നെ എന്തായാലും ആദ്യ സ്റ്റെപ്പുകൾ വെച്ചുകൊള്ളുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.